പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് വിശ്വാസത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. തീർച്ചയായും നമ്മുടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കണ്ണുനീരോടെയും വിഷമതയോടെയും നിന്റെ മുൻപിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഒന്ന് നോക്കേണമേ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിപ്പാനായി ഞങ്ങൾ എല്ലാവരും ഇതാ കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനെ സംരക്ഷിക്കണമെന്നും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയുടെ മുൻപിൽ കൈകൾ കൂപ്പുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, മക്കൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, എനിക്ക് ചുറ്റുമായി താമസിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അമ്മയ്ക്ക് നൽകുന്നു. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കാത്ത് സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന എല്ലാ വഴികളിലും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ എല്ലാ ദുഃഖങ്ങളും, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ സങ്കടകരമായ അവസ്ഥകളും മാറിപ്പോകുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ, അമലോത്ഭവ ജനനി, ഞങ്ങളുടെ പിതാവായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തിയാൽ ഞങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മാറിപ്പോകുവാൻ ഇടയാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി ഞങ്ങളെ സഹായിക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങളുടെ പാപം നിമിത്തം അടങ്ങിപ്പോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വാതിൽ അമ്മ ഞങ്ങൾക്കു നേരെ തുറന്നു തരണമേ. ഞങ്ങൾ ഇന്നുവരെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് മേൽ അമ്മ
ഉത്തരം നൽകണമേ. അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥതയിൽ ഞങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള എല്ലാ വാതിലുകളും ഞങ്ങൾക്ക് നേരെ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ രക്ഷയ്ക്കായി ജന്മം കൊടുക്കുവാൻ ദൈവപിതാവിനായി തിരഞ്ഞെടുക്കപ്പെട്ടവളെ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മേ മാതാവേ, അമ്മയെപ്പോലെ ദൈവസ്നേഹത്തിലും ദൈവത്തിലും ഞങ്ങളെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിത രീതിയിൽ എല്ലാ കുറവുകളും പോരായ്മകളും മാറ്റിത്തന്ന് ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ. ഈ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്രയം ആകുവാനും പീഡിതർക്ക് ആശ്വാസമാകുവാനും രോഗികളെ സാന്ത്വനിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുവാനും അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കണമേ. അമ്മയുടെ ശക്തമേറിയ മധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലം. ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് ഇടവിടാതെ പ്രാർത്ഥിക്കണമേ. ഈ ലോകത്ത് പ്രയാസമനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കി അമ്മ അവരെ സഹായിക്കണമേ. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾക്കും ഞങ്ങളുടെ നിരാശയിൽ ആശ്വാസവും പ്രത്യാശയും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഉത്തരം നൽകാതെ ഞങ്ങളെ വിടരുതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അങ്ങേ സന്നിധിയിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അങ്ങ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ. ദൈവിക രക്ഷകന്റെ പരിശുദ്ധ മാതാവേ, നിരാശരായിരിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ.
പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഞങ്ങളിതാ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പാപികളുടെ സങ്കേതവും ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസദായികയുമായ മറിയമേ, ഈ ദുരന്തകാലത്ത് ഞങ്ങളുടെ സഹായത്തിന് എത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയുമുള്ള അമ്മയാണെന്നും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ അടിച്ചമർത്തുന്ന എല്ലാ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന്. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിരാശയുടെ അന്ധകാരത്തെ അകറ്റുകയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിന്മേൽ പ്രകാശിക്കട്ടെ. ഓ മാതാവേ, വിശ്വാസത്തിൻ്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിന് അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദുരിതബാധിതരുടെ സാന്ത്വനമായ മറിയമേ, ഏറ്റവും വൈവിധ്യമാർന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായ അസുഖം, ശാരീരിക വേദന, അഗാധമായ ദുഃഖം എന്നിവ നേരിടുന്ന ഞങ്ങൾക്കും ലോകം മുഴുവനും ഉള്ള എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുമുള്ള കൃപ നൽകുകയും ചെയ്യണമേ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ള മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നയിക്കുകയും ചെയ്യണമേ. അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ
വിജയത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ക്രിസ്ത്യാനികളുടെ സഹായകമായ മറിയമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കണമേ. പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ആവശ്യമായ സമാധാനവും പ്രത്യാശയും നൽകിക്കൊണ്ട് അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. പരിശുദ്ധ മറിയമേ, കരുണയുടെ മാതാവേ, നിരാശരായവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. എല്ലാ സ്രോതസ്സുകളുടെയും ഉറവിടമായ പരിശുദ്ധ മറിയമേ, ആശ്വാസത്തിൻ്റെയും കൃപയുടെയും അനുഗ്രഹത്തിനായി നിലവിളിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്നേഹപൂർവമായ കരത്തിൽ അങ്ങ് തൊടേണമേ. അനുകമ്പയും സ്നേഹവും കൊണ്ട് അവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. വേദനയിലും ദുഃഖങ്ങളുടെയും നടുവിൽ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ആശ്വാസത്തിൻ്റെയും സുരക്ഷിതമായ അഭയത്തിൻ്റെയും ഉറവിടം അമ്മയിൽ ഞങ്ങൾ കണ്ടെത്തട്ടെ. ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അവിടുന്ന് അറിയുന്നുവല്ലോ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും ആവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. സ്നേഹനിധിയായ അമ്മേ, പീഡിതരും നിസ്സഹായരും പ്രത്യാശ നഷ്ടപ്പെട്ടവരുമായവരെ അമ്മയുടെ നീല മേലങ്കിയാൽ ആലിംഗനം ചെയ്യണമേ. രോഗികളെ അനുകമ്പയോടെ നോക്കണമേ. അവരുടെ വേദനയിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുവാനുള്ള കൃപ നൽകണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അത്യന്തം വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കയറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിൻ്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിൻ്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യനേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും
എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.